ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് സേവനങ്ങൾ ഇനി പാകിസ്ഥാൻ ഉപഭോക്താക്കൾക്കും ലഭ്യമാകും. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് നൽകുന്ന സ്റ്റാർലിങ്ക് കമ്പനിക്ക് പാകിസ്ഥാൻ സർക്കാർ താൽക്കാലിക NOC നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എല്ലാ സുരക്ഷാ നിയന്ത്രണ ഏജൻസികളുടെയും സമ്മതത്തിനു ശേഷം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നിർദ്ദേശപ്രകാരം സ്റ്റാർലിങ്കിന് താൽക്കാലിക രജിസ്ട്രേഷൻ നൽകിയതായി പാകിസ്ഥാൻ IT മന്ത്രി ഷാജ ഫാത്തിമ അറിയിച്ചു. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ പാകിസ്ഥാനിലും ഔപചാരികമായി ആരംഭിക്കുകയാണ്. ഇതോടെ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങളും IT അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് നടക്കാൻ പോകുന്നതെന്നാണ് മന്ത്രി പറഞ്ഞത്. പാകിസ്ഥാനിൽ സേവനം ആരംഭിക്കുന്നതിനായുള്ള അനുമതിക്കായി സ്റ്റാർലിങ്ക് അപേക്ഷ നൽകിയത് കഴിഞ്ഞ വർഷമായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിന് അനുമതി ലഭിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ സ്റ്റാർലിങ്കിന്റെ പദ്ധതിയുടെ സാധ്യമായ വിലയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കമ്പനി പുറത്തുവിട്ടിരുന്നു. ഇതനുസരിച്ച് ഗാർഹിക ഉപയോഗത്തിനുള്ള 50 to 250 Mbps വേഗത ലഭിക്കുന്ന സ്റ്റാർലിങ്ക് പ്ലാനിന്റെ വില പ്രതിമാസം പാകിസ്ഥാൻ രൂപ 6800 മുതൽ 28,000 വരെ ആകാൻ സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, സ്റ്റാർലിങ്ക് സേവനം ആരംഭിക്കുന്നതിന് ആവശ്യമായ ഹാർഡ്വെയറിന്റെ വില 97,000 പാകിസ്ഥാൻ രൂപ വരെയും ആകും. ഇന്ത്യൻ കറൻസിയിൽ ഇത് ഏകദേശം 30,000 രൂപ വരെ വില വരും. എന്നാൽ വാണിജ്യ ഉപയോഗത്തിന് സ്റ്റാർലിങ്ക് സേവനം ഗാർഹിക ഉപയോഗത്തിനുള്ളതിനേക്കാൾ ചിലവേറിയതായിരിക്കും. 100 മുതൽ 500 Mbps വേഗതയ്ക്ക് വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 80,000 മുതൽ 95,000 പാകിസ്ഥാൻ രൂപ വരെ നൽകേണ്ടി വരും. വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഇൻസ്റ്റാളേഷനും ചിലവേറിയതായിരിക്കും. ഇതിനായി ഏകദേശം 2,20,000 പാകിസ്ഥാൻ രൂപ വരെ നൽകേണ്ടി വന്നേക്കും. എങ്കിലും ഈ വിലകൾ കമ്പനി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല.